എല്ലാവർക്കും ടേസ്റ്റി ടേബിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് ഫ്രൈ ആണ്. സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ കൊഞ്ചിനെ നമ്മൾ ഇവിടെയൊക്കെ ടൈഗർ പ്രോൺസ് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും നമുക്ക് അത് വൃത്തിയാക്കി അതിൻ്റെ മുതുകത്തുള്ള ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇതിത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊഞ്ച്, അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടി എരിക്കനുസരിച്ച് വളരെ കുറച്ച് മതി. അതിനുശേഷം പെരിഞ്ചീരകം. ഈ കൊഞ്ച് ഫ്രൈക്ക് ഏറ്റവും രുചി കൂട്ടുന്നത് ഈ പെരിഞ്ചീരകമാണ്. അതുകൊണ്ട് അത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി, അത് 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അതിലേക്ക് ഇനി 2 or 3 എത്രയാന്ന് വെച്ചാൽ അത്രയും തണ്ട് കറിവേപ്പില. കറിവേപ്പിലേക്ക് എത്ര ഇടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂട്ടും. ഈ ചേർത്ത മസാല എല്ലാം കൊഞ്ചിൽ നന്നായിട്ട് ഞെരടി തേച്ച് പിടിപ്പിക്കണം. എത്രമാത്രം നമ്മൾ ആ മസാല ഞെരടി തേച്ച് പിടിപ്പിക്കുന്നോ അത്രയും നന്നായിട്ട് കൊഞ്ചിൽ പിടിച്ചിരിക്കും. നല്ലപോലെ ഒന്ന് കോട്ടായിട്ടിരിക്കാൻ വേണ്ടി, മസാല എല്ലാം കൊഞ്ചിൽ കോട്ടായിട്ടിരിക്കാൻ നമുക്കൊരിത്തിരി വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഞെരടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കൊരു 15 or 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ അതൊന്ന് കൈ കൊണ്ടൊന്ന് പുരട്ടിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ച്, പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് കുറേച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കൊഞ്ച് കരിഞ്ഞു പോകും. എല്ലാ കൊഞ്ചും എണ്ണയിലേക്കിട്ട് കൊടുക്കുക. തീയുടെ ചൂട് എപ്പോഴും നമ്മളൊന്ന് നോക്കിക്കോണം. ചൂട് കൂടി പോകരുത്. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ കൊഞ്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും. കൊഞ്ച് ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. ഒരു സൈഡിലെ കൊഞ്ച് മൂത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മണമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല മണം. അതുപോലത്തെ മണമാണ്. അപ്പോൾ കൊഞ്ച് 2 സൈഡും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി കൂടുതൽ മൂത്ത റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇത് മാറ്റാം. എണ്ണയെല്ലാം തോർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ചോപ്പ് ചെയ്ത സവാളയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.